ദുബായിലെ ആ കോഫി ഷോപ്പിൻ്റെ രണ്ടാം നിലയിലെ ജനലിലൂടെ താഴെയുള്ള തിരക്കിട്ട ലോകം കണ്ടുകൊണ്ട് അൻസിബയും ഇക്കയും ഇരുന്നു. കാപ്പിക്ക് ഒരു പ്രത്യേക രുചിയായിരുന്നു. ചുറ്റും ചിരിയും സംസാരമായിട്ട് ഒരുപാട് പേരുണ്ട്. അവർ ചിരിച്ചും കളിച്ചും അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്നെ അത്ഭുതപൂർവ്വം നോക്കുന്ന ഒരു അറബിയുടെ കൂടെയുള്ള സുന്ദരിയായ ഒരു സ്ത്രീയെ അൻസിബ കണ്ടത്. സ്വർഗലോകത്തു നിന്നും ഇറങ്ങി വന്ന ഒരു അപ്സരസിനെ പോലെ തോന്നിക്കുന്ന സൗന്ദര്യമായിരുന്നു അവൾക്ക്. അൻസിബയെ നോക്കി അവൾ പുഞ്ചിരിച്ചു. ആ ചിരിയിൽ എന്തോ ഒരു മാന്ത്രികതയുണ്ടായിരുന്നു. കാപ്പി കുടിച്ച് സൂപ്പർ മാർക്കറ്റിലെത്തിയപ്പോഴും അവൾ അൻസിബയെ നോക്കി ചിരിച്ചു. സൗഹൃദത്തോടെ പിന്നീട് അറിഞ്ഞു അവൾ ആ അറബിയുടെ 8ഓളം ഭാര്യമാരിൽ ഒരാൾ മാത്രമാണെന്ന്. ദുബായിൽ സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ള അബായ ഷോപ്പിൽ ഒരു ദിവസം അൻസിബ അബായ വാങ്ങാൻ പോയി. സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ളതുകൊണ്ട് ഇക്ക പുറത്ത് കാത്തു നിന്നു. മാളിൻ്റെ അകത്തേക്ക് കിടന്നപ്പോൾ അവശ്വസനീയമെന്ന വണ്ണം അന്ന് കണ്ടു മറന്ന ആ അറബി പെണ്ണ് ഓടി വന്നു. അന്നവളുടെ ശരീരം കൂടുതൽ തിളക്കമുള്ളായിരുന്നു. കവിളിലെ ചായവും ചുണ്ടിലെ തിളക്കമുള്ള ലിഫ്റ്റിക്കും അവളെ കൂടുതൽ ആകർഷകയാക്കി. അവൾ ഓടി നടന്ന് അൻസിബയെ മുഴുവൻ ഷോപ്പും കാണിച്ചു. ശരിക്കും അവൾക്ക് ആ മാളിനുള്ളിൽ ഒരു ഷോപ്പുണ്ടോ എന്ന് പോലും സംശയിച്ചു പോയി. വായി നിറയെ അറബിയിൽ എന്തൊക്കെയോ അവൾ സംസാരിച്ചു. ഒടുവിൽ ഒരു മുറിയിലേക്ക് കയറി അവൾ അൻസിബയെ ചേർത്ത് പിടിച്ചു. ചുണ്ടിലും കവിളിലും തുരുതുരാ ചുംബിച്ചു. അവളുടെ ലിപ്സ്റ്റിക്കിൻ്റെ ചുവപ്പ് രുചി അൻസിബയുടെ വായിൽ പടർന്നു. അവഗണനയുടെയും ഒറ്റപ്പെടലെയും ഒരു നിശ്വാസം ആ ചുംബനത്തിൽ നിറഞ്ഞിരുന്നത് പോലെ. അവളെ തള്ളിമാറ്റി ഇക്കയുടെ അടുത്തേക്ക് വേഗം എത്തിയപ്പോൾ ഈ അവിഹിത കഥ ഇക്കയോട് പറയാൻ എന്തുകൊണ്ടോ അൻസിബയ്ക്ക് തോന്നിയില്ല. ഇക്ക ചുംബിക്കാൻ അടുത്ത് വരുമ്പോൾ ആ അറബി പെണ്ണിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ മണം ഇക്കായ്ക്ക് കിട്ടുമോ എന്നവൾ ഭയന്നു. പിന്നീട് ഒരിക്കലും അവൾ ആ അറബി പെണ്ണിനെ കണ്ടില്ല. ഒടുവിൽ കൗതുകം കൊണ്ട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു യാതൊരു പരിഗണനയും സ്നേഹവും കൊടുക്കാത്ത അവൾ ഭർത്താവിൽ നിന്നും അവൾ വിവാഹബന്ധം വേർപ്പെടുത്തി പോയത്രേ. അൻസിബ തൻ്റെ കവിളുകളിലൊന്ന് തലോടി, തൻ്റെ ചുണ്ടുകളിലൊന്ന് തലോടി. അവഗണനയിൽ വീർപ്പുമുട്ടിയ അവളുടെ സ്നേഹം തന്നിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഒരു നിമിഷം മാത്രം കണ്ടുമുട്ടിയെങ്കിലും അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ സൗഹൃദവും സ്നേഹവും ഒരു ചുടുചുംബനത്തിലൂടെ അൻസിബയുടെ മനസ്സിൽ ഒരു നീറ്റിലായിട്ട് അങ്ങനെ അവശേഷിക്കുകയായിരുന്നു. കണ്ടാലേ മകളാണെന്ന് തോന്നുമെങ്കിലും ഇത്ര കാലമായിട്ടും ആ അറബി തൻ്റെ ഭാര്യയെ സ്നേഹത്തോടൊന്ന് നോക്കിയിട്ട് പോലുമില്ലത്രേ. ഇങ്ങനെ അവഗണനയിൽ കഴിയുന്ന എത്രയെത്ര പെണ്ണുങ്ങളുണ്ടാവും, എത്രയെത്ര ജീവിതങ്ങളുണ്ടാവും അല്ലേ? വീണ്ടും പുതിയൊരു കഥയായിട്ട് കാണാം.